വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ SDPI വളണ്ടിയർ സേന നടത്തിയ രക്ഷാദൌത്യത്തിൽ അതിസാഹസികമായി കണ്ടെടുത്തത് 100ഓളം മൃതശരീരങ്ങളും നിരവധി ശരീരാവശിഷ്ടങ്ങളും. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 മുതൽ ചൂരൽമലയിൽ നിന്നും തുടങ്ങിയ സേവനം വയനാട് ജില്ലയും കടന്ന് നിലമ്പൂർ കാടുകളിലേക്ക് വരെ നീണ്ടു. ഒരേ സമയം പരിക്കേറ്റവരെയും മരിച്ചവരെയും കണ്ടെത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതിലും പരിചരണം നൽകുന്നതിലും 1000-ലധികം വരുന്ന വളണ്ടിയർമാർ സുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചത്. വയനാട്ടിൽ 44-ഉം നിലമ്പൂർ വനത്തിലും ചാലിയാർ പുഴയിലുമായി 48 മൃതശരീരങ്ങളും നിരവധി ശരീരാവശിഷ്ടങ്ങളുമാണ് ഇവരുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയത്. നേരത്തെ പ്രവർത്തകർക്ക് ഫയർഫോഴ്സിന്റെ പരിശീലനം ലഭിച്ചത് മറ്റ് സന്നദ്ധ പ്രവർത്തകരെക്കാൾ കൂടുതൽ ട്രെൻഡായി പ്രവർത്തിക്കുന്നതിനും സഹായകരമായി. കുത്തിയൊഴുകുന്ന ചാലിയാറിലും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപക്കരയിലും നിലമ്പൂർ വനത്തിലും ഒരേ സമയം 500ഓളം വരുന്ന വളണ്ടിയർമാർ നടത്തിയ മാസ് റൈഡ് ഏറെ ചർച്ചയായിരുന്നു. ദുരന്തമുഖത്ത് സേവനം നടത്തിയ DYFI, SKSSF, വൈറ്റ് ഗാർഡ്, SYS ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ SDPI ദേശീയ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസിയും സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയും നേരിൽ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. പ്രദേശത്ത് അറിയാൻ സാധിച്ചത് ആളുകൾ പലരും വാടക വീടുകൾ അന്വേഷിക്കുന്നു. പക്ഷേ വാടക വീടുകൾ കിട്ടുന്നില്ല. വാടക വീടുകൾ അന്വേഷിക്കുന്നത് തന്നെ വാടക കൊടുക്കാൻ പോലും കാശുണ്ടായിട്ടല്ല. പക്ഷേ ഇതെല്ലാം സർക്കാരിൻ്റെ ഒരു മുൻഗണനാ ക്രമത്തിലെ ലിസ്റ്റിൽ വരികയും ആളുകളെ അവർ സ്വയം തേടിപ്പോകാതെ ഏതൊരാവശ്യത്തിനും ദുരന്തബാധിതർക്ക് സമ്പൂർണ്ണ പുനരധിവാസമാണ് ആവശ്യമെന്നും കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മലയാളം ടെലിവിഷൻ ന്യൂസിനു വേണ്ടി മഹറൂഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്.